ഇന്ന് നമ്മൾ മാങ്ങ പറിക്കുന്ന ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാങ്ങ എല്ലാവരും പറിക്കുന്നതല്ലേ, അതിലന്ന് ഇത്ര പുതുമ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഇത് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന മാങ്ങയില്ലേ, അതെങ്ങനെയാണ് പറിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ പറിക്കുന്ന ട്രെയും കാര്യങ്ങളൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ പറിക്കേണ്ട സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ മാങ്ങ പറിക്കേണ്ട ആദ്യത്തെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ദേ ഈ കാണുന്ന മാവിലെ മാങ്ങയാണ് നമ്മളിപ്പോൾ ആദ്യം പറിക്കാൻ പോകുന്നത്. ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല വലിയൊരു മാവാണിത്. നിങ്ങൾ ഈ ഒരു വടം കണ്ടോ? ഈ ഒരു വടം ഉപയോഗിച്ചിട്ടാണ് മാവിലേക്ക് കയറുന്നത്. ഇതിനെ വടം എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ കയറ്. ദേ ആ കയറ് കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത് മാങ്ങയുടെ വെയിറ്റ് കൊണ്ട് കൊമ്പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനിടക്ക് വന്നിട്ട് കെട്ടിവെച്ചതാണ് കേട്ടോ. ഇപ്പൊ ചെയ്യുന്ന ഒരു കണ്ണിക്കയറിന് കല്ല് കെട്ടിയിട്ട് ആ മുകളിലോട്ട് എറിഞ്ഞു കൊളുത്തുകയാണ്. ഇനി അടുത്ത പരിപാടിയാണ് ആ കണ്ണിക്കയറിലെ കല്ല് കളഞ്ഞിട്ട് അവിടെ നേരത്തെ പറഞ്ഞ വടം പോലത്തെ കയറില്ലേ, അതിന്റെ തറ്റം കിട്ടും. ശേഷം കണ്ണിക്കയറ് വലിച്ചിട്ട് ആ വടം പോലത്തെ കയറ് ആ കമ്പിന്റെ ഇടയിലേക്ക് കുടുങ്ങിയെടുക്കും. ഇപ്പം മാവിന്റെ മുകളിലേക്ക് കയറേണ്ട ആ ഒരു കയറ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കയറിന്റെ ഒരു സ്ഥലത്ത് ഒരാൾ വലിച്ചു പിടിച്ച് ചവിട്ടി പിടിക്കും ടൈറ്റാക്കിയിട്ട്. മറുവശത്തെ കൂടെ ആൾക്കാർ മുകളിലോട്ട് കയറിപ്പോവും. ഇങ്ങനെയാണ് വലിയ വലിയ മാവിന്റെ മുകളിലേക്കൊക്കെ മാങ്ങ പറിക്കാൻ വേണ്ടി കയറിപ്പോകുന്നത്. ദേ ആ ഒരു ചെങ്ങായി കയറിപ്പോകുന്ന കണ്ടോ കേട്ടോ, കണ്ടോ? ആ ഒരു കയറെ പിടിച്ച് പിടിച്ച് വലിഞ്ഞിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. ദേ ഇത് കണ്ടോ? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഉറുമ്പുപൊടി മരത്തിന്റെ മുകളിലൊക്കെ വെതറി കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ തോട്ടി, ഇതാണ് മാങ്ങ പറിക്കുന്ന തോട്ടി. ഇതിന്റെ തറ്റത്ത് വല കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും വട്ടത്തില്. ഇത് മുകളിലേക്ക് കൊടുക്കണം. മരത്തിൽ കയറിയ ഏതെങ്കിലും ഒരാളുടെ അരയിൽ കണ്ണിക്കയർ കെട്ടിയിട്ടുണ്ടാവും. ആ കയറ് പിന്നീട് താഴോട്ട് ഇട്ടുകയും അതിലാണ് നമ്മൾ തോട്ടി മാത്രമല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കൊളുത്തിയിട്ട് മുകളിലേക്ക് കൊടുക്കുന്നത്. ഇത് പുള്ളി എനിക്ക് ട്രെയിനിങ് ചെയ്യുന്ന എങ്ങനെയാണ് ചാക്ക് കൊണ്ട് മാങ്ങ പിടിക്കേണ്ടതെന്ന്. അപ്പോൾ അവർ മുകളിൽ നിന്ന് മാങ്ങ പറിക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ താഴെ നിന്ന് ചാക്ക് കൊണ്ട് മാങ്ങ പിടിക്കുന്നതെന്ന് കാണിക്കാം. കണ്ടോ, മുകളിൽ നിന്ന് തോട്ടി വെച്ചിട്ട് ഓരോ കമ്പനിയും മാങ്ങ പറിച്ചെടുക്കുന്നത്. ഇങ്ങനെയാണ് മാങ്ങ താഴെ നിന്ന് ചാക്ക് കൊണ്ട് പിടിക്കുന്നത്. മുകളിൽ നിന്ന് ഓരോരോ മാങ്ങയായിട്ട് അവർ ഇട്ടിട്ട് തരും. അപ്പോൾ ചാക്ക് കൊണ്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാങ്ങ താഴെ വീണിട്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ പുള്ളി എന്ത് സ്പീഡിലാണ് ആ സംഭവം ചെയ്യുന്നതെന്ന്. താഴെ വീണ് പൊട്ടിപ്പോയ മാങ്ങ പിന്നെ നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം അത് കേടുവന്ന് പോകും. അപ്പോൾ ദേ മാങ്ങയൊക്കെ പറിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ട്രെയിലാക്കി വെക്കണം. ദേ ഇങ്ങനെയാണ് മാങ്ങ ട്രെയിലാക്കുന്നത്. മാങ്ങ ട്രെയിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റി മാങ്ങ സെക്കൻഡ് ക്വാളിറ്റി മാങ്ങ വേറെ തിരിച്ച് വേണം ഇടാൻ. അതായത് മുഴുപ്പൂടിയ നല്ല മാങ്ങകളാണ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നത്, അല്ലാത്തതൊക്കെ സെക്കൻഡ് ക്വാളിറ്റിയിലോട്ട് പോവും. കണ്ടോ, ഇതേപോലെ മാങ്ങ നോക്കി വേണം ഓരോ ട്രെയിലും എടുത്തിടാൻ. മാങ്ങ ട്രെയിലോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെല്ലെ വേണം ഇടാൻ. മാങ്ങ ചതഞ്ഞ പോലെ തന്നെ കെട്ടുപോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മെല്ലെ വേണം ഇടാൻ. ഇനി അടുത്ത പരിപാടി മാങ്ങ നിറച്ച ട്രേയൊക്കെ വണ്ടിയിൽ കയറ്റി അടുക്കടുക്കി വെക്കണം. ദേ ഇങ്ങനെയാണ് വണ്ടിയിൽ മാങ്ങ അടുക്കടുക്കി വെക്കുക. ഇനി വണ്ടി കിടക്കുന്ന കാല് ബോക്സ് ഇല്ലേ, അത് ഇതേപോലെ ഇങ്ങനെ അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് എടുത്ത് വെക്കും. ഈ മാങ്ങയൊക്കെ വീണ്ടും പൊട്ടിപ്പോയതാ, ഇത് നമ്മൾ കൊണ്ടുപോകില്ല. ഇത് നമുക്ക് അടുത്ത വീട്ടുകാർക്കൊക്കെ കൊടുക്കാം. ഇനി അടുത്ത പരിപാടി കഞ്ഞി കുടിക്കലാണ്. കഞ്ഞിയും മോരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കഞ്ഞിയും കറികളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്, രാവിലത്തെയും ഉച്ചത്തെയും. അപ്പോൾ കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വിടാം മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സ്ഥലങ്ങളും ഇവിടെ അടുത്തടുത്ത് തന്നെ ആയിരിക്കും. നമ്മൾ ഓരോ ഏരിയ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ദേ ഈ കാണുന്ന മാവിലെ മാങ്ങയാണ് ഇനി പറിക്കേണ്ടത്. ഉറുമ്പൊടി തീർന്നു വേണ്ട ഉറുമ്പൊടി മിക്സ് ആക്കിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അടുത്ത പരിപാടി കയറാനുള്ള കയറ് കമ്പേ കൊളുത്തണം. നേരത്തെ കണ്ട പോലെ തന്നെ കണ്ണിക്കയറിൽ കല്ല് കെട്ടി എറിഞ്ഞിട്ടാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ആക്കിയ ആ ഉറുമ്പൊടിയില്ലേ, അതിന് തുണി കെട്ടിയിട്ട് ഒരു കമ്പയിൽ കെട്ടിവെക്കും. മരത്തിലോട്ട് കയറുമ്പോൾ ഈ ഒരു കമ്പ് എടുക്കും. എന്നിട്ട് ഉറുമ്പിലുള്ള ആ ഒരു കൂടിൽ ഈ ഒരു പൊടി ഇങ്ങനെ തട്ടും. ഉറുമ്പ് ഈ ഒരു പണിക്ക് വമ്പം പാരയാണ് ഗൈസ്. അപ്പോൾ കയറൊക്കെ സെറ്റായി ഇനി മുകളിലോട്ട് കയറിയിട്ട് മാങ്ങ പറിക്കാം. അപ്പോൾ ഇവിടുത്തെ മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇതേ ഉച്ചക്കത്തെ കഞ്ഞി കുടിക്കാനായി. അപ്പോൾ ഉച്ചക്കത്തെ കഞ്ഞി കുടിക്കുകയാണ്. നമ്മൾ രാവിലെ കഴിച്ച അതേ ഭക്ഷണം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ കഞ്ഞിയും മോരൊക്കെയാണ്. നല്ല വൈബ് ഇങ്ങനെ പറമ്പത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കാൻ. അപ്പോൾ മാങ്ങയൊക്കെ നമ്മൾ കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് തന്നെ ട്രെയിലാക്കിയിട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി മാങ്ങ പറിക്കാൻ പോകേണ്ട സ്ഥലം ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 100 മീറ്ററേ ഉള്ളൂ മുന്നിലോട്ടേക്ക്. അപ്പം നമ്മൾ സ്ഥലത്തെത്തിയതേ ഈ കാണുന്ന മാവിലെ മാങ്ങയാണ് ഇനി അടുത്ത പറിക്കേണ്ടത്. ഇന്ന് പോയ സ്ഥലങ്ങളൊക്കെ വീട്ടുമുറ്റത്തുള്ള മാവാണ്. അപ്പോൾ ഇവിടുത്തെ മാങ്ങയൊക്കെ പറിച്ചിരിക്കുന്നത് നേരത്തെ കയറിയ പോലെ തന്നെയാണ് മാവിലോട്ടൊക്കെ കയറിയത്. അതുകൊണ്ട് അത് വീഡിയോ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. ഈ കാണുന്ന ട്രെയിനിലെ മാങ്ങ നമ്മൾ വീട്ടുകാർക്ക് കൊടുത്തിയ. അപ്പം മാങ്ങയൊക്കെ പറിച്ച് നമ്മൾ വീട്ടിലെത്തി. ഇനി മാങ്ങ പഴുപ്പിക്കാൻ വെക്കണം. ഏകദേശം ഒരു 2-3 ദിവസം കൊണ്ട് മാങ്ങ പഴുക്കും. അതിന് ശേഷം വേണം ഇത് മാർക്കറ്റിലോട്ട് കൊണ്ട് കൊടുക്കാൻ. ദേ നമ്മൾ വണ്ടിയിൽ നിന്ന് മാങ്ങ ഇറക്കുമ്പോൾ ഇതേ ചെക്കർ വന്നിട്ടുണ്ട് കേട്ടോ, വണ്ടീൻ്റെ അടിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മാങ്ങ കയറ്റി ട്രേയൊക്കെ ഏകദേശം ഇറക്കി തീരാനായി. ഇനി നമ്മളിത് മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഏകദേശം 2-3 ദിവസം കഴിയുമ്പോൾ ഇത് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ വണ്ടിയൊക്കെ കാലിയായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.